ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഐസ്ക്രീമാണ്. നമ്മളുടെ വീട്ടിൽ എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഐസ്ക്രീം പഴവും ആപ്പിളും മിക്സ് ചെയ്ത് ജ്യൂസ് അടിച്ചെടുത്തതിന് ശേഷം ആ കാണുന്ന കപ്പിലേക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് എങ്ങനെ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളതാണ്. ഇത് ഓൺലൈനിൽ നിന്നും വരുത്തിയതാണ്. ഈ കപ്പ് കടകളിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, എന്നിരുന്നാലും ഓൺലൈനിൽ നമുക്കിത് വാങ്ങാൻ കഴിയും. അത് ജ്യൂസാണ്, പഴവും ആപ്പിളും മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസ്. ആ ജ്യൂസിനെ നമ്മൾക്ക് ആ കപ്പിലേക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് 1 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഐസ്ക്രീമായി കിട്ടും നമുക്ക്. പിന്നെ നമുക്ക് ഐസ്ക്രീം കഴിക്കുന്നത് പോലെ ഐസ്ക്രീം കഴിക്കാം. ഇനി നമ്മൾ വീട്ടിൽ ജ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷം ജ്യൂസ് ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ആ കപ്പിലേക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. പുറത്തൊക്കെ പോയി വരുമ്പോൾ ആ ക്ഷീണത്തിൽ ഐസ്ക്രീം നമുക്ക് കഴിക്കാം. അത് തേൻ ആ ഐസ്ക്രീം കപ്പിലേക്ക് ലേശം തേൻ പുരട്ടിക്കൊണ്ട്, വേറെ മധുരമൊന്നും പഞ്ചസാരയൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. കാരണം പഞ്ചസാര ഞങ്ങൾ ഉപയോഗിക്കാറില്ല. പഞ്ചസാര അത്ര നല്ലതല്ല, ആരോഗ്യത്തിന് നല്ലതല്ല. അതിൻ്റെ പേരിൽ പഞ്ചസാര ഉപയോഗിക്കാറില്ല. പഞ്ചസാരക്ക് പകരം ലേശം തേൻ ആ കപ്പിലേക്ക് ലേശം 2 സൈഡിലും ഒഴിച്ചുകൊണ്ട് ആ ജ്യൂസിനെ ആ കപ്പിലേക്ക് ഒഴിച്ച് ആ ടോപ്പ് ഇട്ട് 6 കപ്പും അതുപോലെ ജ്യൂസ് ഒഴിച്ച് നിറച്ചിട്ട് ആ ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണം. എങ്കിൽ മാത്രമേ ഐസായി മാറുള്ളൂ. അത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഐസ്ക്രീം കഴിക്കാം. കടകളിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീം ചിലപ്പോൾ എന്തെല്ലാം ടേസ്റ്റുകളൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊക്കെ എന്തെല്ലാം ആഡ് ചെയ്തിട്ടാണ്, എന്തെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ആ ഐസ്ക്രീം കടകളിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അത് നമ്മളുടെ ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. കാരണം പല സാധനങ്ങളും മിക്സ് ചെയ്തിട്ടായിരിക്കുള്ളൂ ഐസ്ക്രീം കടകളിൽ നമുക്ക് കിട്ടുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഐസ്ക്രീം അങ്ങനെയല്ല, നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. നമ്മളുണ്ടാക്കുന്ന ജ്യൂസ് അതിൽ പഞ്ചസാര ആവശ്യം ഉള്ളവർ ഇടാം. പഞ്ചസാര ഞാൻ നിർദ്ദേശിക്കുന്നില്ല, കാരണം പഞ്ചസാര നമ്മളെ ആരോഗ്യത്തിന് നല്ലതല്ല. ക്യാൻസർ വരാൻ ഒരു കാരണം പഞ്ചസാര ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ പഞ്ചസാര ഉപയോഗം എല്ലാവരും നിർത്തുക. അതിന് വേണ്ടി ലേശം തേൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളേക്ക് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. 6 കപ്പിലും ആ ജ്യൂസ് ഒഴിച്ച് അതുപോലെ ടോപ്പിട്ട് വെച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്ഷീണം തോന്നുന്ന സമയത്ത്, ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്കത് ഒരെണ്ണം എടുത്ത് കഴിക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും നല്ലത് തന്നെയാണ്. കാരണം വേറെ വിശ്വസിച്ച് കൊടുക്കാവുന്ന ഒരു ഐസ്ക്രീമാണ്. ആ ഒരു ഐസ്ക്രീമിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ കപ്പ് ഓൺലൈനിൽ നിന്നും വരുത്തിക്കുക. 12 കപ്പിന് 180 200 താഴെ ഉറുപ്പിയുള്ളൂ. ഞാൻ 12 കപ്പ് വരുത്തിച്ചു. 6 ഞാനെടുത്തു, 6 മകൾക്ക് കൊടുത്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.